നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചായ കൊടുക്കേ. ചായ വിത്തൗട്ട് ചായ. ചായ എങ്ങനെയുണ്ട്? ഇപ്പൊ ഓക്കെ ആയി. അല്ല, മോന്റെ അച്ഛൻ രംഗേട്ടൻ മരിച്ചിട്ട് വർഷം കുറയായി. അതില് പിന്നെ കൃഷ്ണൻകുട്ടി ചേട്ടനാ എന്നെ മോനെ നോക്കിയിരുന്നേ. ഓ, മോന്റെ മുഴുവൻ പേരെന്താ? രാജീവ് രംഗനാഥ്. രാജീവ് സാർ. ഈ കല്യാണം ഒന്ന് നടന്നു കിട്ടിയ അപ്പൊ ഞങ്ങള് തിരിച്ച് തക്കലയ്ക്ക് വണ്ടി കയറിക്കോളാം. ഏയ്, അങ്ങനെ ഒന്നും ഞങ്ങൾ പറയില്ല. അച്ഛനമ്മമാരും കാരണവന്മാരും ഒക്കെ കൂടെ ജീവിക്കുന്നത് നല്ലതെന്നാ ഞങ്ങളുടെ അഭിപ്രായം. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ നേർവഴി കാട്ടാനും ഉപദേശിക്കാനും ഒക്കെ ആള് വേണമല്ലോ. അവരുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ ഏട്ടാ. ഏയ്, ഇനി അങ്ങനെ പ്രശ്നം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരലമ്പ് കേസിലാ ഇവൻ ചെന്ന് തലയിട്ടത്. ഇങ്ങനെയുണ്ടോ ഒരു പെണ്ണ് ലോകത്തില്? വളർത്തു ദോഷമെന്ന് പറഞ്ഞാ മതി. അവളുടെ അമ്മയ്ക്കുണ്ട് ഒരു കുടുംബജീവിതം. തല്ലും ബഹളവുമായിട്ട് കെട്ടിയോനെ ഇറക്കി വിട്ടു. അത് കണ്ടല്ലേ അവളും വളരൂ. അയാളാണെങ്കി വേറൊരു സ്ത്രീയുടെ കൂടെ മനസമാധാനമായിട്ട് ജീവിക്കുക. തറവാടിത്തവും ഒന്ന് പ്രധാനമാണേ. അമ്മയെ കണ്ടുവേണം പെൺകുട്ടികളെ എടുക്കാനെന്നാ പണ്ടുള്ളവര് പറയുന്നേ. ദേ നിൽക്കുന്നു കരുണാകരന്റെ ഭാര്യയെ കണ്ടില്ലേ? ആ ഐശ്വര്യവും തറവാടിത്തവും സൽസ്വഭാവവും എല്ലാം കുട്ടിക്കുണ്ടാവും എന്നുള്ളത് ഉറപ്പാ. നമ്മള് തമ്മിൽ ഇങ്ങനെ ഓരോ ഊഹങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചെറുക്കനും പെണ്ണും തമ്മിൽ സംസാരിക്കട്ടെ, എന്നിട്ട് അവരായിട്ടൊരു തീരുമാനത്തിലെത്തട്ടെ. അതെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശാരദമ്മയ്ക്ക് 3 മക്കളുണ്ടെന്ന് അറിയാമെങ്കിലും ശാരിക ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പഞ്ചകൈൽ അസൽ വച്ച. അന്ന് ശാരിക ശാരദമ്മയുടെ മകളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. മാസങ്ങൾ നീണ്ട കിടപ്പിനൊടുവിൽ ദാഹിച്ച് തൊണ്ട വരണ്ട് ഇത്തിരി കുടിവെള്ളത്തിനായി ചുറ്റും പരതിയപ്പോ പ്രാണവെപ്രാളത്തോടെ കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേക്കുന്ന ഒരു പെൺകുട്ടി. അതായിരുന്നു ആദ്യ കാഴ്ച. ഇവളെന്നെ അപകടത്തിലാക്കുമെന്നാ ആദ്യം ചിന്തിച്ചത്. പക്ഷേ അതൊരു രക്ഷയായി. തൊട്ടു പിന്നാലെ വിജയൻ തേടി വന്നപ്പോ മറഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ. അല്ലെങ്കിൽ ഞാനിപ്പോ ഈ ഭൂമുഖത്തുണ്ടാവുമായിരുന്നോ? മറ്റൊരു സാമ്യം കൂടി ഉണ്ട് രോഹിത്. കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ ആദ്യം കാണുന്നത് രോഹിത്തിന്റെ മുഖമാണ്. ആ മുഖം തന്നെ ഭയപ്പെടുത്തി കളഞ്ഞു അല്ലേ? അങ്ങനൊന്നുമില്ല. പെട്ടെന്നൊരു അന്യപുരുഷനെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടപ്പോ, അതും ഞാൻ ഒറ്റയ്ക്ക്.
എന്നിട്ടും ആ അന്യപുരുഷന് വേണ്ടി ജീവൻ കളയാൻ വരെ തയ്യാറായല്ലേ? അല്ല, ഞാൻ എന്ത് ചെയ്തെന്നാ? വിജയൻ തോക്കിൻ മുന നെറ്റിയിലേക്ക് ചൂണ്ടി എന്നെ അന്വേഷിച്ചപ്പോഴും വിട്ടുകൊടുക്കാതിരുന്നത് മറന്നുപോയല്ലേ? പറയുന്നതാണ് എനിക്കറിയില്ല. അയാൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഓ, ഞാൻ അങ്ങനെയാണ് രോഹിത്. സ്നേഹിച്ച ജീവൻ പോലും കൊടുക്കും. വെറുത്താലും അങ്ങനെ തന്നെ. പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊരു പുതിയ അനുഭവമായിരുന്നു. മനസ്സും ഹൃദയവും കൊടുത്ത് സ്നേഹിച്ച പെൺകുട്ടി മടം പെട്ട ചെരുപ്പുകൊണ്ട് കൈകളിൽ ചവിട്ടി ഓടിച്ച് കൊക്കയിലേക്ക് തള്ളുന്നതാണ് ബോധമറ്റ് വീഴുന്നതിന് മുമ്പ് അവസാനമായി കണ്ണിൽ പതിഞ്ഞ കാഴ്ച. ജീവിതത്തിനും മരണത്തിനും ഇടയിൽ ഒരു കൊക്കയുടെ വിളമ്പിൽ തൂങ്ങിക്കിടന്ന ആ നിമിഷം എന്റെ അമ്മയൊഴികെ ഈ ലോകത്തുള്ള സകല സ്ത്രീകളെയും ഞാൻ ശപിച്ചു. അവര് വെച്ച് നീട്ടുന്ന പ്രണയത്തെ, സ്നേഹത്തെ, കാപട്യങ്ങളെ, കൗശലങ്ങളെ എല്ലാം. മാസങ്ങൾ നീണ്ട സുദീർഘമായ ഒരു നിദ്ര, എന്റെ പുനർജന്മം. അതിൽ ആദ്യം കണ്ട അന്നേ വരെ അപരിചിതയായിരുന്ന ഒരു പെൺകുട്ടി എന്റെ ജീവൻ രക്ഷിക്കുന്നു. പകരം അവളുടെ ജീവൻ തന്നെ കൊടുക്കാൻ തയ്യാറാകുന്നു. അതും ഒരു പ്രതിഫലേച്ഛയില്ലാതെ. എന്തൊരു വൈരുദ്ധ്യമാണെന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും നല്ല മനസ്സുള്ള ഒരു ഭാര്യയെ ഒരാൾ എങ്ങനെ ഉപേക്ഷിച്ചു കളയും? എന്തുകൊണ്ട് അവൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്നു? സുസ്മിതയുടെ കാര്യത്തില് എനിക്ക് തിരിച്ചാണ് തോന്നുന്നത്. മനസ്സ് നിറഞ്ഞ സ്നേഹവുമായി പ്രാണം വരെ കാൽ ചുവട്ടി വെക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പുരുഷൻ. ഒരിക്കലയാൾ വഞ്ചിക്കപ്പെട്ടു. സ്വന്തം അച്ഛന്റെ മരണത്തിന് കാരണക്കാരിയാണെന്ന് അറിഞ്ഞിട്ടും ക്ഷമിച്ചു. വിവാഹം കഴിച്ച ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ തയ്യാറായി. വെറുപ്പോടെയും പുച്ഛത്തോടെയും അകറ്റി നിർത്താൻ ശ്രമിച്ചപ്പോഴും സ്നേഹിച്ചതേ ഉള്ളൂ. എന്നും സ്നേഹിക്കുക മാത്രം ചെയ്ത ഒരാൾ. അയാളെ കൊല്ലാനെന്നല്ല, ആ കാലിൽ ഒരു മുള്ളു കൊള്ളാൻ പോലും ആഗ്രഹിക്കുവോ ഹൃദയമുള്ളൊരു പെൺകുട്ടി? അർഹതയുള്ള പാത്രത്തിലെ വിളമ്പാവെന്ന് ഇടയ്ക്കിടയ്ക്ക് എന്റെ അമ്മ പറയുമായിരുന്നു. എനിക്ക് തെറ്റ് പറ്റിപ്പോയി ശാരികെ. ആ തെറ്റ് തിരുത്താൻ പോവാ ഞാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ റിപ്പോർട്ട് മാത്രമല്ല, അച്ഛന്റെ ഒരു റിപ്പോർട്ട്സും ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇല്ല. അല്ല, അത് താനെങ്ങനെ അറിഞ്ഞു? ഹലോ അർച്ചന, ഇപ്പൊ വിശ്വാസമായോ അർച്ചനയ്ക്ക്? ഇതൊക്കെ ചെയ്തത് ഞാനാണെന്ന് സ്ഥാപിക്കാനുള്ള മുഴുവൻ തെളിവുകളും ഇനി ഓർമ്മകൾ മാത്രം. ഈ അധ്യായം ഇവിടെ അവസാനിക്കാം. തെളിവുകളില്ലാത്ത കാലത്തോളം ഇനി ഒന്നും ചെയ്യാനില്ല ആർക്കും. എന്റെ അനഘയുടെ താലിക്ക് തടസ്സമായി നിന്നിരുന്നതാ ഈ പേപ്പർ കഷ്ണങ്ങൾ. ഇനി ഞാൻ ഒന്നുകൂടെ ഈ വിവാഹം ഉറപ്പിക്കാൻ പോവാ. ഉറപ്പിച്ച മുഹൂർത്തത്തില് അത് നടക്കുകയും ചെയ്യും. ഞാനിത് പറയുമ്പോ ഈ വിവാഹം നടക്കില്ല എന്ന സ്ഥിരം ക്ലീശ ഡയലോഗ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ആ, എനിക്കറിയാം ഇനി നിനക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ആ
ഉറപ്പാണ് അവന്തിക ഇപ്പൊ കീറിക്കളഞ്ഞത്. നീ ഇങ്ങനെ തല കുനിച്ച് എന്റെ മുമ്പിൽ നിൽക്കുന്നത് കാണുമ്പോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം എനിക്ക്. അപ്രതീക്ഷിത സംഭവങ്ങൾ നിറഞ്ഞ കഥയായതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കെങ്കിലും ഞാനൊന്ന് ജയിക്കണ്ടേ. നിന്റെ പഞ്ച് ഡയലോഗില് നീ കയ്യടി വാങ്ങുമ്പോ ഞാനും ഒന്നിനും മോശമല്ലാന്ന് തെളിയിക്കണ്ടേ എനിക്ക്. ജോത്സ്യൻ പറഞ്ഞ ദിവസത്തിനകം സന്ദീപ് അനഘ വിവാഹം ഞാൻ നടത്തും. ഒരു തടസ്സവും ഇല്ലാതെ തന്നെ. അത് ജീവനുള്ള തടസ്സമായാലും ജീവനില്ലാത്ത തടസ്സമായാലും എന്റെ നേർക്ക് വന്ന നശിപ്പിച്ച് കളയും ഞാൻ. ഈ വിവാഹം മുടക്കാൻ ധൈര്യം ഉണ്ടെങ്കിലേ അർച്ചനയൊന്ന് മുടക്കി കാണിക്കേ. അപ്പൊ ഞാൻ സമ്മതിച്ചു തരാം ഈ അർച്ചനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ ഏറ്റവും വലിയ സ്വപ്നം ഇത്. മഹിയേട്ടനും ഞാനും എന്റെ മോളും. പക്ഷേ അതിനി ഒരിക്കലും സാധിക്കില്ലല്ലോ. നിങ്ങളിപ്പോ ഒന്നിപ്പിച്ചത് ഗംഗയാ. അതുപോലെ ഈ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്കിടയിൽ ഒരു പാലമായി ഗംഗയുണ്ടാവണം. എന്തെങ്കിലും ഒന്ന് പറ മഹി. സോറി, പറയച്ചാ. ആലോചിക്കല്ലേ മോളെ, ധൃതി വെക്കല്ലേ. ധൃതിയോ? എത്ര നേരോ ഇത്? എത്രയും പെട്ടെന്നൊരു ഐഡിയ പറ. ഒരു വഴിയുണ്ട്. എന്താ അച്ഛാ? ആ നകുലം പറഞ്ഞ അഡ്രസ്സിനടുത്ത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. നമുക്ക് അവനെ ഒന്ന് വിളിച്ച് അന്വേഷിക്കാം. മാളൂട്ടി പറഞ്ഞ പോലെ അവൻ ഫ്രോഡാണെങ്കിൽ അപ്പ അറിയാലോ. ആ വേഗം വിളിക്കും മഹി. ധൃതി വെക്കാതെ ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. ഹലോ മഹി, നീ ഇതെവിടെയാണ്? എത്ര നാളായി ഒന്ന് വിളിച്ചിട്ട്? ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ട്. നീയല്ലേ ഇപ്പൊ ഭയങ്കര ബിസി. ചോദിക്കച്ചാ. ചോദിക്കല്ലേ? അതെ അതെ, ഞാനൊരു പാവം. അതേപോലെയാണോ നീ? നീ വലിയ ബിസിനസ്സുകാരനല്ലേ? ആ അതൊക്കെ പോട്ടെ. ഞാനിപ്പോ വിളിച്ചതേ ഒരു അത്യാവശ്യ കാര്യത്തിനാ. എന്താ മഹി, നീ കാര്യം പറ. എനിക്ക് നിന്റെ ഒരു സഹായം വേണം. നീ കാര്യം പറയടാ. നിന്റെ വീടിനടുത്തുള്ള ഒരു അഡ്രസ് ഞാൻ പറയാം. ആ ആളെ കുറിച്ചൊന്ന് അന്വേഷിച്ച് ഡീറ്റെയിൽസ് എനിക്കൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? അത്രേ ഉള്ളോ? നീ അഡ്രസ് പറ. ആ ഇത് ഞാൻ 10 മിനിറ്റിനുള്ളിൽ തരാം. എന്താ പോരെ? മതി. അത്രയ്ക്ക് അത്യാവശ്യ. അതാ ഞാൻ നിന്നെ തന്നെ വിളിച്ചത്. ശരി ശരി, നീ ആളുടെ ഫോട്ടോ കൂടി ഒന്നിട്ടേക്ക്. ഫോട്ടോ ഉണ്ടെങ്കിൽ ആളെ കൺഫേം ചെയ്യാലോ. ആ ഫോട്ടോ എന്താ ഫോട്ടോ ഇല്ലേ? ആ ഉണ്ട്, തരാം. ഞാൻ ഉടനെ ഇട്ടേക്കാം. അപ്പോഴേക്കും നീ ഇതൊന്ന് തിരക്ക്. ഓ ശരി ശരി, ഓക്കെ. 10 മിനിറ്റിനുള്ളിൽ വിവരം വരും. എന്താ പോരെ? മതി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താ അച്ഛാ? ആ നകുലിന്റെ ഒരു ഫോട്ടോ വേണം. അതിനിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഒരു വഴിയുണ്ട്. എന്ത് വഴി? ആ അതൊക്കെ ഉണ്ട്. പക്ഷേ മാളു എന്റെ കൂടെ നിൽക്കണം. ഞാൻ അച്ഛന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. ഞാൻ എന്താ ചെയ്യണ്ടെന്ന് അച്ഛൻ പറഞ്ഞാ മാത്രം മതി. ആ അതൊക്കെ പറയാം. വാ നമുക്ക് അങ്ങോട്ട് പോവാം.
വാ. വാ പോകാം. ഈ കാഴ്ച കാണാനാ ഞാൻ ആഗ്രഹിച്ചത് മുഴുവൻ. എന്റെ മാളും അവളുടെ അച്ഛനെ ജീവനായി സ്നേഹിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രഭേ, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പ്രഭയ്ക്ക് അറിയോ? നാളത്തെ ദിവസം പോലും സത്യത്തിൽ എനിക്കറിയില്ല. ഇവിടെ വന്നിട്ട് ദിവസവും തീയതിയൊക്കെ ഞാനങ്ങ് മറന്നു. അല്ല, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താടോ? അതെന്തായാലും നമ്മളെ ബാധിക്കുന്നതാവില്ല. നാളെ സഞ്ജുവിന്റെ വിവാഹമാ. ഇന്ന് കല്യാണത്തലേന്നാണ്. നടക്കട്ടെ. അവനൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയെന്ന് അറിഞ്ഞാ മതി. ഈ വാർത്ത കേട്ട ശ്രീകുട്ടിക്കൊരു വിഷമവും തോന്നില്ല. പക്ഷെ വാസ്തവത്തിൽ തീ പിടിച്ചതുപോലെ പാഞ്ഞു നടക്കുന്ന ഒരാളുണ്ട്. അമ്മു അല്ലേ? ദക്ഷയോട് വെല്ലുവിളിച്ചിട്ടല്ലേ അവള് മംഗലശ്ശേരിയിൽ നിന്നിറങ്ങിയത്? എന്ത് വെല്ലുവിളിയാണെങ്കിലും ശ്രീകുട്ടി എഴുന്നേൽപ്പിച്ച് നിർത്താനും ഒരു ചൂട് നടത്തിക്കാനും അവക്ക് കഴിഞ്ഞില്ലേ പ്രഭേ? ചികിത്സാ മുറിയിൽ വെച്ച് ശ്രീകുട്ടിയെ നടത്തിക്കാൻ അവൾ ഇത്രയും ആവേശം കാണിച്ചത് എന്തിനാണെന്ന് പ്രഭയ്ക്ക് മനസ്സിലായല്ലേ? നാളെ ചേച്ചിയെ കൈ പിടിച്ച് കതിർ മണ്ഡപത്തിലേക്ക് പോകാൻ. അതിന് നടക്കില്ലെന്നറിഞ്ഞതിന്റെ വേദനയിൽ അമ്മു. ശ്രീകുട്ടി അതിന് തയ്യാറാവില്ലെന്ന് നമുക്കറിയില്ലേ? അല്ല പ്രഭേ, ശ്രീകുട്ടി ആഗ്രഹിക്കുന്നില്ലെങ്കിലും അമ്മുവിന്റെ മുമ്പിൽ അവക്ക് വഴങ്ങി കൊടുക്കേണ്ടി വരും. അതിനവൾ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ അമ്മു ഉണ്ടാവില്ലെന്ന് ശ്രീകുട്ടിക്ക് നന്നായിട്ടറിയാം. സഞ്ജുവിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ശ്രീകുട്ടിക്ക് സുഖപ്പെടുന്നത് ദൈവനിശ്ചയമായിരിക്കും. കാഞ്ചന ചൂണ്ടിക്കാണിച്ചത് സത്യമാ. അമ്മുവിന്റെ നിർബന്ധത്തിന് ശ്രീകുട്ടിയല്ല, നമ്മളും വഴങ്ങി കൊടുക്കേണ്ടി വന്നേനെ. അവളുടെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രം നമ്മുടെ മോളെ നമുക്ക് തിരിച്ചു കിട്ടുന്നത്. നാളെ ആ വിവാഹം നടന്ന അമ്മുവിന്റെ മാനസികാവസ്ഥ എന്താവുമെന്ന് എനിക്കറിയില്ല. ഇന്ന് ഈ നേരം വരെ അവള് ജലപാനം പോലും നടത്തിയിട്ടില്ല. അതിരാവിലെ എണ്ണീറ്റ് പെരുവണ്ണാപുര ക്ഷേത്രത്തിലേക്ക് അവള് പോയത്. മടങ്ങി വന്ന കാഴ്ചയൊന്ന് കാണണം. കല്ലിൽ തല്ലി പൂക്കുല പോലെ ദേവിക്ക് മുന്നിൽ കരഞ്ഞു പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ മനസ്സിലാക്കിയത് ശ്രീകുട്ടി എഴുന്നേറ്റ് നടക്കാൻ മാത്രമല്ല, ശ്രീകുട്ടിയും സഞ്ജുവുമായിട്ടുള്ള വിവാഹം നടക്കാനും കൂടിയാ. അവള് പ്രാർത്ഥിക്കുന്നതും അത് തന്നെയാ. നമ്മളെ ഇത്രമാത്രം സ്നേഹിക്കാൻ ആരായി കുട്ടിയെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല പ്രഭേ. അവൾ സഞ്ജു താലി കെട്ടിയ പെണ്ണാ കാഞ്ചനെ. സഞ്ജു മറ്റൊരു പെണ്ണിനെ സ്വന്തമാക്കുമ്പോൾ ഉള്ളുകൊണ്ട് അവൾ നീറും. ആ നീറ്റൽ അവളെ അറിയുന്നവർക്കേ അറിയൂ. ഭർത്താവിനെ ചേച്ചിക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തവൾക്ക് അവനെ ചേച്ചിക്ക് കിട്ടാതെ പോയാൽ സഹിക്കാൻ കഴിയൂ? സഞ്ജു മറ്റൊരു പെണ്ണിനെ താലി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അമ്മ ഈ ലോകത്തുണ്ടാവോ എന്ന് പോലും നിശ്ചയമില്ല. നാളെ ഒരു ദിവസം എങ്ങനെ അവസാനിക്കുമെന്ന് ദൈവത്തിനെ അറിയൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ലച്ചുൻ എന്തു പറ്റി? മുഖത്ത് സങ്കടമാണല്ലോ. ഒന്നുമില്ല ചേച്ചി. ലച്ചുവിന് വെറുതെ ആണെങ്കിലും കള്ളം പറയാൻ അറിയില്ല. അവൾക്ക് ഞാൻ എഴുന്നേറ്റ് ഓടി നടന്ന് കാണണം, അതിന്റെ നിരാശയാ. ഒരു പ്രതീക്ഷയില്ലാതെ തുടങ്ങിയ ചികിത്സയല്ലേ? നിന്റെ ചേച്ചി ഇതുവരെ എത്തിയില്ലേ? ആ, ലച്ചു ഇവിടെ ഉണ്ടല്ലോ. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വരാം കേട്ടോ. നിങ്ങൾ ചെല്ല്, ഞാനിവളുടെ സങ്കടത്തിന്റെ കെട്ടഴിച്ച് കേൾക്കട്ടെ.
സുഖപ്പെട്ട് വരുമല്ലേ അമ്മോ? അവരൊക്കെ ആത്മാർത്ഥമായി ചികിത്സിക്കുന്നുണ്ട്. ഈ സമയത്ത് നീ ഇങ്ങനെ നിരാശ ഭാവിച്ച് നടക്കുന്നത് ശരിയാണോ? എന്റെ കാലുകൾ നീക്കം ചെയ്യുമെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്ടേഴ്സ് വിധി വരെ എഴുതിയതാ. എന്നെ സംബന്ധിച്ച് ഇതൊരു മിറാക്കിൾ തന്നെയാ. എന്റെ മോളതിനെ വില കുറച്ച് കാണരുത്. ഇന്ന് അദ്ദേഹത്തിന്റെ വിവാഹമാണ്. അത് മറന്നിട്ടാണോ ചേച്ചി സംസാരിക്കുന്നേ? ശരിയാണല്ലോ. സഞ്ജുവിനും സഞ്ജനയ്ക്കും ഒരു ബെസ്റ്റ് വിഷസ് അയക്കാൻ പോലും കഴിഞ്ഞില്ല. മനസ്സ് ചുട്ടുപൊള്ളുമ്പോ എന്റെ മുന്നിൽ ചേച്ചിക്ക് എങ്ങനെ അഭിനയിക്കാൻ കഴിയുന്നേ? മനസ്സ് ചുട്ടുപൊള്ളുന്നത് നിന്റെയാ, എന്റേതല്ല. നീ ഇത്രമാത്രം സ്വാർത്ഥയാവുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുവാ. എനിക്ക് എഴുന്നേൽക്കാനും നടക്കാനും കഴിഞ്ഞാൽ പോലും ഒരു വിവാഹം നടക്കുന്ന കതിർമണ്ഡപത്തിലേക്ക് ഞാൻ വരുമെന്ന് നീ കരുതിയതേ തെറ്റാ. നീ ഒന്ന് ഓർത്തു നോക്ക്. എന്തുമാത്രം പ്രതീക്ഷയോടെയാ സഞ്ജന നവവധുവായി അവിടേക്ക് വരുന്നത്. ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവാ വിവാഹം. വിട്ടുകൊടുത്തിട്ട് അവകാശം പറഞ്ഞു പോകുന്നതിനേക്കാൾ വലിയ ചതി വേറൊന്നുമില്ല അമ്മു. ചേച്ചി പറഞ്ഞതൊക്കെ ഞാൻ അംഗീകരിച്ചു തരാം. ആ മനുഷ്യന്റെ മാനസികാവസ്ഥ എന്താണെന്ന് ചേച്ചിക്കൊന്ന് ചിന്തിച്ചൂടെ? സ്വാതി എന്ന 2 അക്ഷരത്തിലാ അദ്ദേഹം ജീവിക്കുന്നത്. ഇതുപോലൊരു പ്രണയം ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ കൊടുത്ത വാക്കില അദ്ദേഹം വിവാഹത്തിന് സമ്മതം മൂളിയത്. അദ്ദേഹം കതിർമണ്ഡപത്തിൽ കാത്തിരിക്കുന്നത് സഞ്ജനയ്ക്ക് വേണ്ടിയല്ല, ചേച്ചിക്ക് വേണ്ടിയാ. അമ്മ സ്വാതിയെ അവിടെ കൊണ്ട് എത്തിക്കുമെന്ന് ഈ നിമിഷവും അദ്ദേഹം വിശ്വസിക്കുന്നു. എനിക്ക് ചേച്ചി അവിടെ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും ചേച്ചി എന്താ ആലോചിക്കാത്തെ? സഞ്ജന ചെയ്യുന്നത് എന്താ? വാശി പിടിച്ച് ഒരു കളിപ്പാട്ടെ സ്വന്തമാക്കാനുള്ള വ്യഗ്രതയാ അവള് കാണിക്കുന്നത്. ആ കളിപ്പാട്ടത്തിനൊരു ജീവനും മനസ്സും ഉണ്ടെന്ന് അവള് ചിന്തിക്കുന്നേയില്ല. ലക്ഷ്യത്തിലെത്തുന്നതിൽ കവിഞ്ഞ് അവൾക്കൊന്നുമില്ല. അതുണ്ടായിരുന്നെങ്കിൽ ആ മനുഷ്യന്റെ മനസ്സ് കൂടി അവൾ അറിഞ്ഞേനെ. അവള് സഞ്ജുവിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്കവൾ അനിയത്തി തന്നെയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. 2 ആഴ്ചയോ? അയ്യോ. അപ്പോ 2 ആഴ്ച എനിക്ക് വിശാൽ സാറിനെ കാണാൻ പറ്റില്ലല്ലോ. എന്റെ പാർവതിക്ക് വിഷമായോ? വിശാൽ സാറിനോട് എനിക്ക് കള്ളം പറയാൻ പറ്റില്ല, അതുകൊണ്ട് പറയുക. വിഷമായി. അത് ഈ മുഖം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. സാരമില്ല വിശാൽ സാറ്, സാരമില്ല. സാർ സന്തോഷമായിട്ട് പോയി ജോലിയൊക്കെ തീർത്തിട്ട് വാ. എന്റെ തൊട്ടാവാടി, ഞാൻ തനിച്ചല്ല സിംഗപ്പൂര് പോകുന്നത്. പിന്നെ ഞാനും നീയും, നമ്മൾ 2 ആളും ഒരുമിച്ചാ പോകുന്നേ. എന്തേ, പാർവതി സിംഗപ്പൂരിലേക്ക് വന്ന ആരെങ്കിലും പിടിച്ചു തിന്നു? അല്ല, ഞാനും വരുന്നു സിംഗപ്പൂരേക്ക്. നാളെ പുലർച്ചെ നമ്മൾ സിംഗപ്പൂരിലേക്ക് പറക്കുന്നു. അല്ല, അതിന് എന്തൊക്കെയോ രേഖകളൊക്കെ വേണ്ടേ? പാസ്പോർട്ട് അങ്ങനെ എന്തോ? അതെല്ലാം ഓക്കെയാണ്. ഞാനൊരു എമർജൻസി പാസ്പോർട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് തരാനായിട്ട് തന്റെ റൂമിൽ വന്നപ്പോഴേ തന്നെ കണ്ടില്ല, അതുകൊണ്ടേ ഞാനത് അവിടെ വെച്ചിട്ടുണ്ട്. ആണോ? പക്ഷേ വിശാൽ സർ, ഞാൻ ഇന്ന് വരെ വിമാനത്തിലൊന്നും കേറിയിട്ടില്ല. ഈ ആകാശത്തിലൂടെ പറന്നു പോകുന്നത് കണ്ടിട്ടുള്ളതല്ലാതെ എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു പിടിയുമില്ല.
ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുന്നത്. എന്നാലും എനിക്ക് പേടിയാ. എത്ര ഉയരത്തിലൊക്കെ അത് പറക്കുന്നേ, അതും മേഘങ്ങളുടെ ഒക്കെ ഇടയിലൂടെ. അയ്യോ, അത് ഓർക്കുമ്പോഴേ ദേഹമൊക്കെ വിറയ്ക്കാം. ഒരു വിറയിലും വേണ്ട. പാർവതി തനിച്ചല്ലല്ലോ, ഞാൻ കൂടെ ഇല്ലേ. ഞാൻ കൂടെ ഉള്ളപ്പോ നീ എന്തിനാ പേടിക്കുന്നേ? എന്നാലും അങ്ങനെ പേടിച്ചാ കൊള്ളില്ലല്ലോ. ഈ പേടിയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ആദ്യം ചെന്നിട്ട് കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ ഈ പെട്ടിയിൽ എടുത്തു വെക്കാം. അപ്പൊ ഞാനും വരണോ സിംഗപ്പൂരിലേക്ക്? വരണം. നീ വേഗം പോയി പെട്ടി റെഡിയാക്കിട്ടോ. ചെല്ല. വരാം. സാർ ഇത് കുടിച്ചില്ലല്ലോ, ദാ കുടിക്കേ. ഇന്ന് ഞാനേ ഈ പാല് കുടിക്കുന്നില്ല. അതെന്താ? ഇപ്പൊ ഈ പാല് കുടിച്ചാലേ ഞാൻ ഉറങ്ങിപ്പോവും. അങ്ങനെ ഉറങ്ങിപ്പോയാ നമ്മുടെ ഫ്ലൈറ്റ് മിസ്സാവില്ലേ? അപ്പൊ ഈ പാലോ? അത് പാർവതി തന്നെ കുടിച്ചോ. അപ്പൊ ഞാൻ ഉറങ്ങിപ്പോവില്ലേ? പാർവതി ഉറങ്ങിപ്പോയാലേ പാർവതി ഞാൻ പൊക്കിയെടുത്തോണ്ട് പോവില്ലേ? അതിന്റെ ഒരു റിഹേഴ്സലായിട്ട് ഞാൻ നിന്നെ ഇപ്പൊ പൊക്കിയെടുക്കാം. വാ. വിശാൽ സാർ വേണ്ട. നീ ഈ പാല് ഇവിടെ വെച്ചേ. വാ, നിന്നെ ഞാൻ പൊക്കട്ടെ. വിശാൽ സാർ, ആരെങ്കിലും കാണും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പാസ്പോർട്ട് അവിടെ കാണുന്നില്ല. കാണുന്നില്ലേ? പാസ്പോർട്ട് കാണുന്നില്ലെന്നോ? അതെവിടെ പോയി? ഞാൻ ദാ മുറി തന്നെയാണല്ലോ വെച്ചിരുന്നത്. ഞാനവിടെ നോക്കിയിട്ട് കണ്ടില്ല. നീ ശരിക്കും നോക്കിയോ പാർവതി? അവിടെ മുഴുവനും ഞാൻ അരിച്ചു പെറുക്കി നോക്കിയതാ. അവിടെ എങ്ങും ഇല്ല ഗാർഗി. ഈ നേരമില്ലാത്ത നേരത്തും പാസ്പോർട്ട് അവിടെ തന്നെ വെച്ചിരുന്നാണല്ലോ. പിന്നെ അത് എവിടെ പോവാനാ? നീ അതെ ശരിക്കും അന്വേഷിച്ചിട്ടുണ്ടാവില്ല. വിശാൽ സർ, ഞാൻ ഇനി അന്വേഷിക്കാൻ ഒരിടവും ബാക്കിയില്ല. ഉദയനൂർ അമ്മയാണ് സത്യം. അപ്പൊ പിന്നെ പാസ്പോർട്ട് എവിടെ പോയി? എന്തോ നിന്റെ മുറിയിൽ വെച്ചിരുന്ന പാസ്പോർട്ട് അവിടെ നിന്ന് എങ്ങോട്ട് പോവാനാ? എനിക്കറിയില്ല. പ്രതാപനങ്ങൾ, പാർവതി സിംഗപ്പൂരിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ഇനി നിങ്ങൾ വല്ല കുരുട്ടുബുദ്ധിയും പ്രയോഗിച്ചോ? ആ പാസ്പോർട്ട് എവിടെയെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് അവർക്ക് തിരിച്ചു കൊടുത്തേക്ക്. നീ വെറുതെ അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കരുത്. എന്റെ വിധം മാറും, പറഞ്ഞേക്കാം. എനിക്ക് തന്നെ അവളുടെ പാസ്പോർട്ട്. ഇവൾ അശ്രദ്ധയോടെ എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ടുണ്ടാവും. ഇനി അത് എവിടെ പോയി തിരയും? ഫ്ലൈറ്റിനാണെങ്കിൽ നേരമാവുന്നു. പാർവതി, ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുക, പാസ്പോർട്ട് ആ മുറിയിൽ ഇല്ലെന്ന് ഉറപ്പാണോ? ഇല്ല വിശാൽ സർ, സത്യം. ഇനിയിപ്പോ എന്ത് ചെയ്യും?
ചേച്ചി എന്താ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്യാമേ, ഇതൊരു വലിയ പ്രശ്നമാക്കില്ലേ മോളെ. ഏട്ടൻ കൂടെ വന്നാ മതി. വാ ശ്യാമേ, വാ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. സുഖാണോ? സുഖാണോ എല്ലാവർക്കും? ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു മാഡം. ശ്യാമ അച്ഛാ, മോളെ വാ മോളെ. മോളെ സുഖമായിരിക്കുന്നില്ലല്ലേ? വാ നമുക്ക് റൂമിലേക്ക് പോവാം. മോള് വാ. എന്താ ഇവിടെ ഒരു ക്രൗഡ്? മോളെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യത്തിനാണോ വന്നേ? അച്ഛാ, വിഷയം എനിക്കറിയാം. അച്ഛാ, അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഈ ഓഫീസിലെ വൈസ് ചെയർപേഴ്സൺ ഒട്ടും നീതിയില്ലാത്ത തരത്തിൽ ഒരു സ്റ്റാഫിനെ പിരിച്ചുവിട്ടു. അത് ചോദിക്കാനും ആ ആളിനെ തിരിച്ചെടുക്കണമെന്നും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേ. അങ്ങനെ ഒരു സംഭവം നടന്നോ? എന്താ കാര്യം? അച്ഛാ, ഞാൻ പറയാം. ശ്യാമയുടെ സഹോദരനെ ഞാൻ പിരിച്ചുവിട്ടു. എന്റെ സഹോദരൻ എന്നുള്ളതങ്ങ് വിട്ടേക്ക്. എല്ലാ അവകാശങ്ങൾക്കും അർഹതപ്പെട്ടൊരു ജീവനക്കാരനായത്. ഒരു കാരണം കാണിക്കൽ നോട്ടീസോ മുൻകൂർ അറിയിപ്പോ ഇല്ലാതെ അങ്ങ് പിരിച്ചുവിടുക ചെയ്തത്. ഞാൻ ഇതൊന്ന് ലേബർ കോടതിയിലെ ചോദ്യം ചെയ്താൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്ന് വൈസ് ചെയർപേഴ്സൺ അറിയാമോ? ഇത് എന്റെ കമ്പനിയാ. ആര് പറഞ്ഞു? ഇത് പ്രധാനമായിട്ടും ഇവിടുത്തെ ജീവനക്കാരുടെ കമ്പനിയാണ്. അവരുടെ വിയർപ്പാ കമ്പനിക്ക് നേട്ടം കൊടുക്കുന്നത്. മറ്റാരുമല്ല, ആദർശവാനായി ഈ ചെയർമാൻ പഠിപ്പിച്ചത് അത്. അദ്ദേഹം അറിയാതെയാ ഇപ്പൊ ഈ പിരിച്ചുവിടൽ നടന്നിരിക്കുന്നത്. മോളെ ഒന്നും പറയണ്ട. സെബാസ്റ്റ്യൻ, അരവിന്ദന്റെ ഡിസ്മിസൽ പിൻവലിച്ചുകൊണ്ടുള്ള ഓർഡർ ഉടൻ തയ്യാറാക്കണം. ശരി സർ. ഐശ്വര്യ അത് ഒപ്പിട്ട് അരവിന്ദന് കൊടുക്കണം. അച്ഛാ, കൂടുതലൊന്നും സംസാരിക്കണ്ട, പറഞ്ഞത് അനുസരിച്ചാ മതി. എന്റെയും കൂടി ഓഫീസായിരുന്നു ഇത്. ഇവിടെ ഒരു നീതികേട് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അച്ഛനൊക്കെ അടുത്ത് നിൽക്കുന്നു. അല്ലെങ്കിൽ ഞാൻ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് നിയമം പഠിപ്പിച്ചെന്നേനെ. ശ്യാമ മാഡം, അരവിന്ദന്റെ നിയമന ഉത്തരവ് 5 മിനിറ്റിനകം നൽകിയിരിക്കും. നമുക്ക് അകത്തോട്ടിരിക്കും. അച്ഛാ, പെട്ടെന്ന് പോണം. കട തുറക്കാൻ വൈകി. ഇപ്പോ അഖിൽ സാർ എത്തിക്കാണും. ഏട്ടാ, ഇറങ്ങിക്കോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വല്ല സംഭാവനയ്ക്കുവാണോ? എന്റെ പൊന്നേച്ചി, സംഭാവനയൊക്കെ ഇപ്പൊ അസോസിയേഷനിലാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇവള് മനഃപൂർവ്വം എന്നെ കൊച്ചാക്ക. ഈ ഒരു അവസ്ഥയില് ഇവളോട് ചൂടാകാനും പറ്റില്ല. ശ്യാമ എന്നെ കളിയാക്കാണെന്ന് അറിയാം. അല്ല, ഞാൻ ശ്യാമയോട് ശരിയില്ലാത്ത രീതിയിൽ കുറച്ച് പെരുമാറിയിട്ടുണ്ട്. എല്ലാം ക്ഷമിക്കണം. സാർ
സാറേ, എന്താ ശ്യാമേ? ദേ ഇദ്ദേഹം എന്തൊക്കെയോ പറയുന്നു, എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നുമില്ല. അല്ല, എന്താ കാര്യം? ഞാൻ ശ്യാമയെ വിളിച്ചിരുന്നു ഒരു പ്രസന്റേഷന്റെ കാര്യം പറയാനായിട്ട്. ഓ, പ്രസന്റേഷൻ. ശ്യാമേ, ഐശ്വര്യക്ക് പ്രസന്റേഷൻ വേണോന്ന്. ആരുടെ കല്യാണത്തിന് സമ്മാനം കൊടുക്കാനാണെന്ന് തോന്നുന്നു. ഓ, പ്രസന്റേഷൻ ആണോ? അതെ, ഏതെങ്കിലും ഫാൻസി സ്റ്റോറിലോ ഗിഫ്റ്റ് സെന്ററിലോ അന്വേഷിക്കണം. ശ്യാമ എന്നെ കൈവിടരുത്. ഞാൻ പറഞ്ഞില്ലേ, ശ്യാമ ഓഫീസിൽ വരണം. ക്ലയൻസിന്റെ മുമ്പില് റിപ്പോർട്ട് പ്രസന്റ് ചെയ്യണം. ഞാൻ കാല് വേണമെങ്കിൽ പിടിക്കാം. എന്താ പറഞ്ഞേ? ഞാൻ കാല് പിടിക്കാന്ന്. സത്യമായിട്ടും കാല് പിടിക്കാം. മയിൽപ്പിലി, ഞാനൊരു ആഗ്രഹം പറഞ്ഞ അത് സാധിച്ചു തരൂ. ശ്യാമയോട് ദുഷ്ടത്തരം കാണിക്കുന്ന ഐശ്വര്യടുത്തേക്ക് നല്ലൊരു പണി കൊടുക്കാവോ? അവരെ കൊണ്ട് ശ്യാമയുടെ കാല് പിടിപ്പിക്കാവോ? ശ്യാമ, ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. നമുക്ക് ഓഫീസിൽ പോവാം. അച്ഛനും ജിയും ഒക്കെ എന്നോട് പറഞ്ഞു, കാല് പിടിച്ചിട്ടാണെങ്കിലും ശ്യാമയെ കൊണ്ടുവരണമെന്ന്. അപ്പോ ഞാൻ വന്നേ പറ്റൂ. ശ്യാമ വരണം, എന്നെ രക്ഷിക്കണം. ഒരാവശ്യം വന്നപ്പോ എന്നെ കാണാൻ വന്നു അല്ലേ? എന്റെ കാല് പിടിക്കാനും തയ്യാറാണ് അല്ലേ? അയ്യോ ശ്യാമേ, അങ്ങനെയൊന്നും പറയല്ലേ. എന്റെ ഭാവി നിന്റെ കയ്യിലാ. ആണോ? എന്റെ കയ്യിലോ? സാർ ഒന്ന് നോക്കിയേ, എന്റെ കയ്യിലുണ്ടോ? എന്റെ കയ്യിൽ നിങ്ങളുടെ ഭാവി ഒന്നും കാണുന്നില്ലല്ലോ. മാറി നിക്ക. നിങ്ങളുടെ കൈ തൊട്ട് എന്റെ ദേഹം അശുദ്ധാക്കരുത്. നീങ്ങി നിക്ക. നാണോ ഇല്ലാതെ എന്റെ കാല് പിടിക്കാൻ വന്നിരിക്കുന്നല്ലോ. ഞാനിപ്പോ ആ പഴയ ശ്യാമയല്ല. കണ്ണീര് കണ്ട എനിക്കിപ്പോ തിരിച്ചറിയാൻ പറ്റും. എന്നെ തോൽപ്പിച്ചു കളയുന്നൊക്കെ വെല്ലുവിളിച്ചു പോയി. എന്നിട്ട് ഇപ്പൊ കാര്യം കാണാൻ വന്നിരിക്കുന്നു അല്ലേ? ഐശ്വര്യടുത്തി, മത്സരിക്കുമ്പോ അന്തസ്സോടെ മത്സരിക്കണം. തോറ്റാലങ്ങ് തോറ്റു പോട്ടേന്ന് വെക്കണം. അല്ലാതെ ശത്രുവിന്റെ മുമ്പിൽ നട്ടല് വളച്ച് നിൽക്കുവല്ല വേണ്ടത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പുതിയ മേഘനാഥൻ ഇപ്പൊ വന്ന കാര്യം പറയാം. വേണു കേസ് നടത്തി ജയിച്ചു. രാധയ്ക്കും അനിയത്തിമാർക്കും വേണ്ടി തൃപ്പങ്ങോട്ടെ സ്വത്ത് മുഴുവൻ നിയമപരമായി വീണ്ടെടുത്തു. ഇതിലൊന്നും എനിക്ക് ഒരു പരിഭവമില്ല. അതെല്ലാം അവരുടേതായിരുന്നു. അവർക്ക് തന്നെ കിട്ടുകയും ചെയ്തു. അതാണ് സ്വാഭാവിക നീതി. വെരി ഗുഡ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ആ രണ്ട് സാധനവും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സന്തോഷവും സമാധാനവും. എന്നിട്ട് വാട്ട്സ് യുവർ പോയിന്റ്? അത് പറഞ്ഞില്ല. പറയാം. മനസ്സ് തേങ്ങുന്നൊരു പിതാവിന്റെ അപേക്ഷയായി വേണു ഇത് പരിഗണിക്കണം. എനിക്ക് എന്റെ മകനെ കണ്ണിറയൊന്ന് കാണണം. ഒപ്പം രാധയോടും അനുജത്തിമാരോടും ഇതുവരെ നല്ലതൊന്നും പ്രവർത്തിച്ചിട്ടില്ല. അതിനൊക്കെ എനിക്ക് മാപ്പ് പറയണം. മിസ്റ്റർ വേണു, അതിനെന്നെ ഒന്ന് സഹായിക്കണം. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പഞ്ചതന്ത്ര കഥയിലെ കുറുക്കനെ പോലെ നിങ്ങളിപ്പോ സംസാരിക്കുന്നത്. അതെനിക്ക് മനസ്സിലായി. അല്ലെങ്കിലും നിങ്ങളൊരു തന്ത്രശാലിയായ കുറുക്കനാണല്ലോ. അതിശക്തനായ തൃപ്പങ്ങോട്ട് വാസുദേവന് ജലസമാധി കൊടുത്ത മഹാൻ. ഒരു നാടിന്റെ മുഴുവൻ കണ്ണിലുണ്ണിയായിരുന്ന സുഭദ്രാമയെ രായ്ക്ക് രാമാന് കാലപുരിക്ക് അയച്ചിട്ട് ആ വേർപാടൽ നാട്ടുകാരുടെ മുന്നിൽ കണ്ണീർ വാർത്ത കണ്ണിങ് ഭർത്താവ്.
എന്റെ അച്ഛനെ നിഷ്ഠൂരമായി കൊന്നിട്ട് നാട് വിട്ടുന്ന നുണക്കഥയുണ്ടാക്കിയ പൗരമുഖ്യൻ. പിന്നെയും കഥകൾ എത്രയോ എണ്ണം വേറെ. മേഘനാഥ, തന്റെ യഥാർത്ഥ മുഖം പലവട്ടം കണ്ടിട്ടുള്ള ഈ ഞാൻ ഇപ്പോ അണിഞ്ഞിരിക്കുന്ന മുഖംമൂടി വെച്ച യാചനയിൽ വീണുപോകുമെന്ന് താൻ കരുതിയോ? ഒരിക്കലുമില്ല, ഒരിക്കലും. അതുകൊണ്ട് തന്റെ ഈ സെന്റിമെന്റ്സ് ഒക്കെ ചുരുട്ടി കയ്യിൽ വെച്ചിട്ട് സ്വന്തം പുലിക്കാറിൽ വീട്ടിൽ പോവാൻ നോക്ക്. താൻ ഒരിക്കലും രാധയെ കാണാൻ പോകുന്നില്ല. രാധയെ മാത്രമല്ല, തന്റെ മകനെ. അതെ, നീ പറഞ്ഞതെല്ലാം സത്യമാണ്. മേഘനാഥന്റെ ക്രൂരതകൾ, കൊലപാതകങ്ങൾ എല്ലാം പരമമായ സത്യം. ആ കൂട്ടത്തിൽ ഒന്നുകൂടിയായാൽ ഈ മേഘനാഥന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിന്റെ കാര്യം തന്നെ എന്ന് പറഞ്ഞാൽ നിന്നെ അവസാനിപ്പിക്കാൻ എനിക്ക് ഒരുപാട് സമയമൊന്നും വേണ്ടെന്നർത്ഥം. അറിയാം, നിങ്ങളിൽ നിന്ന് ഇതേ ഞാനും പ്രതീക്ഷിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോഴേക്കും നിങ്ങൾ ഹരിശ്ചന്ദ്രനായെന്ന് ഞാൻ വിശ്വസിക്കാത്തത്. ഇപ്പതാ കണ്ടില്ലേ, എന്റെ ഫ്രണ്ടാകാൻ വന്ന മേഘനാഥൻ തോക്കെടുത്ത് കൊല്ലാൻ നിൽക്കുന്ന ശത്രുവായത്. ശരി, എന്റെ നാടകം പൊളിഞ്ഞു. ഞാൻ നിന്റെ ഫ്രണ്ടായ ഹീറോ അല്ല, ശത്രുവായ വില്ലൻ. ഇനി പറ, നിനക്ക് ജീവൻ കാത്തുരക്ഷിക്കണമെങ്കിൽ തുറന്ന് പറ, എവിടെയാ രാധ താമസിക്കുന്നത്? എന്റെ മോൻ എവിടെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.